അമ്പുതി അമ്പുതിയോടൊന്നെതിർക്കിലും അമ്പരം അമ്പരത്തോടെതിർത്തിടിലും രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും. അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരൻ്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ. അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല. കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോളതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണാൽ. യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തല 10നും. രാത്രിഞ്ചരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോം. കുംഭകർണൻ മകരാക്ഷൻ ഹരൻ ബാലി വമ്പനാം മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്നെന്നതിനിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായത്. ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടിലുപായവുമേതുമൊന്നീശ്വരാ. ചിന്തിച്ചു രാഘവൻ പിന്നെയും ആ ദശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം. മാതലിതാനും തൊഴുതു ചൊല്ലിടിനാൻ ഏതും വിഷാദമുണ്ടായിക മാനസേ. മുന്നമഗസ്ത്യ തബോധനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീ ഇതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവൊടു മാരുതവേഗേന രാഘവൻ തന്നെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവും. എന്തൊരു വിസ്മയമന്നേരം! തേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ. തഥാ കൽപ്പകവൃക്ഷപ്പുതുമലർ തൂകിനാർ ഉൽപ്പന്നമോദേന വാനവരേവരും. അർക്കകുലോത്ഭവൻ മൂർധനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാനർക്കനും. നേരെയുദിച്ചാനതു നേരം മന്ദമായി വീശിത്തുടങ്ങി പവനനും. നന്നായി വിളങ്ങി ചതുർദശലോകവും. താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോടി അകമ്പുക്കു കീഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അർക്കജന്മാരുതി നീലങ്കിതാദിയാം മർക്കടവീരരും ആർത്തു പുകഴ്ത്തിനാർ. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ. ഒക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ. മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീരാ. മഹാശയനോചിതനായ നീ പാരിലേ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കേണമെന്നുണ്ടു. ദൈവത്തിനതാർക്കൊഴിവാക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവേശനരുൾ ചെയ്തിതാദരാൽ. എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ. തന്നെക്കുറിച്ചു കരയരുതേതുമേ
നന്നല്ലതു പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുകൃതികൾക്കെന്നീ യോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങിതി വന്നിനു ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ. യുദ്ധമരുൾ ചെയ്തു നിന്നരുളു നേരം തത്ര മണ്ഡോദരി കേണു വന്നിടിനാൾ. ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്ക്തിരഥാത്മജനപ്പോൾ അരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോടു സാദരം. രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം. തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളമിത്ര പാപം ചെയ്തവരില്ല ഭൂതലേ. യോഗ്യമല്ലേതു മടിയനിവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ രഘുത്തവൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട്. മദ്ബാണമേറ്റുരണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരൻ അറ്റിതു പാപങ്ങൾ വൈരവും ആ മരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ. ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതുമകപ്പെടാ. ചന്ദനഗന്ധാദി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ജരാധിപദേഹം അലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഗോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ. മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ. ചെന്നു നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നു.